ഇന്നലത്തെ എപ്പിസോഡിൽ കാണിക്കുകയും ക്ലാരിറ്റി ഇല്ലാതെ പോവുകയും ചെയ്ത നമ്മുടെ അനീഷും അതുപോലെ തന്നെ അനുമോളും അപ്പാനിയും ഒക്കെ തമ്മിലുള്ള ഫൈറ്റ്. അതിന്റെ റീസൺ നമ്മൾ ഓൾറെഡി ഇന്നലത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നു, ലൈവ് കാണാത്തവർക്ക് വേണ്ടിയിട്ട്. നിലപാടില്ലാത്ത സ്ത്രീയെന്നും വീട്ടിന്റെ പരിസരത്തോ അയൽ വീട്ടിലോ തന്റെ വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ ചുറ്റളവിലോ പോലും അടുപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അനീഷ് പറഞ്ഞ ഡയലോഗാണ്. അത് വളരെയധികം അവരെ പ്രൊവോക്ക് ചെയ്തത്. അത് അപ്പാനി ഒന്ന് എലിഗേറ്റ് കൊടുത്തപ്പോൾ അനുമോൾ വിചാരിച്ചു ഇതോടെ ഇനി എല്ലാം തീർന്നോ, അതായത് താൻ ഭയങ്കര നെഗറ്റീവ് ആവോ, തനിക്ക് നെഗറ്റീവായിട്ട് പോകുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് അത് ആൾ കത്തുന്നത്. അനുമോൾ കൂടുതൽ ഇമോഷണൽ ആവുന്നത്. ആ സമയത്ത് ഒരു കാര്യം കൂടി പറഞ്ഞു, ഞാൻ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് തനിക്കെതിരെ കേസ് കൊടുക്കണോ എന്ന് അനുമോൾ ഇന്നലെ പറയുന്നുണ്ട്. അതായത് അപ്പാനി പറഞ്ഞത് ഇത് നിനക്ക് നെഗറ്റീവായിട്ടാണ് പോകുന്നത്, നീ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത് എന്നൊക്കെ അപ്പാനി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ ലൈവിൽ പറഞ്ഞത് എനിക്ക് പ്രതികരിക്കണമെന്ന് ആ സമയത്ത് തോന്നിയില്ല ചേട്ടാ, പെട്ടെന്ന് ഞാൻ ഷോക്കായി പോയി. ഇയാൾ എന്താണ് ഇങ്ങനെ പറഞ്ഞത്, ഇയാൾ ഇവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടില്ല, എന്തുകൊണ്ട് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഷോക്കായി പോയി. ഞാൻ ആക്ച്വലി നന്നായിട്ട് പ്രതികരിക്കുക ചെയ്യും ചേട്ടാ, ഞാൻ ആര്യമായിട്ട് പ്രതികരിച്ചു, അക്ബറിക്കാരടുത്ത് പ്രതികരിച്ചു, എനിക്ക് നല്ല ദേഷ്യമൊക്കെ വരും ചേട്ടാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അപ്പാനിയുടെ ഒരു ഗെയിം സ്ട്രാറ്റജിയാണ് കേട്ടോ. അപ്പാനി ചോദിക്കുന്നുണ്ട് അവർക്ക് പുറത്തൊരു ജീവിതം ഇല്ലാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു എപ്പിസോഡിൽ കാണിച്ചതാണ്. പക്ഷേ അനുമോൾ വളരെ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത് ഞാൻ പുറത്തിറങ്ങിയിട്ട് കേസ് കൊടുക്കും. ഇതൊക്കെ ഒരു ഗെയിമിന്റെ ഭാഗമാണ്. നമ്മുടെ എതിരാളി നമ്മളെ മാനസികമായിട്ട് തകർക്കാൻ പല തന്ത്രങ്ങൾ ഉപയോഗിക്കും. ബിഗ് ബോസ് വീട്ടിൽ നിലവിലുള്ളതിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ഏത് അർത്ഥത്തിലെന്ന് വെച്ചാൽ ഓഡിയൻസിന്റെ സപ്പോർട്ടിന്റെ കാര്യത്തിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് അനുമോൾ. അപ്പോൾ അനുമോൾ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റിനെ തകർക്കാനായിട്ട് എതിരാളികൾ പല മാർഗ്ഗങ്ങൾ ഉപയോഗിക്കും. അപ്പോൾ ഈ ഷോയിലോട്ടൊക്കെ കയറി പോകുമ്പോൾ നമ്മൾ ഈ ഷോയെ കുറിച്ച് വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് പോകണം. എന്തുകൊണ്ടാണ് കണ്ടസ്റ്റൻസ് ഇത്രയും കാലമായിട്ടും ഈ ഷോ എന്താണെന്ന് മനസ്സിലാക്കാതെ അതിനകത്ത് പോകുന്നത് എനിക്കറിയില്ല. ഇത്ര 7 സീസൺ ആയില്ലേ, ഇനി ബിഗ് ബോസ് എനിക്ക് അറിഞ്ഞൂടായിരുന്നു, ഞാൻ എപ്പിസോഡ് ഒന്നുപോലും കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്നതിൽ ഒരു അർത്ഥമില്ല. ഈ ഷോ എന്താണെന്നും അതിനകത്തേക്ക് പോകുന്ന കണ്ടസ്റ്റൻസിന്റെ ഉദ്ദേശം എന്താണെന്നും ഇവരൊക്കെ അറിഞ്ഞിട്ടല്ലേ പോയേണ്ടത്. ഇതിനകത്ത് ഒന്നുകിലും അറിഞ്ഞിട്ടോ അറിയില്ല എന്ന് പറഞ്ഞ് കാണിക്കുന്നതാണ്, ഇല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരു ചുക്കും ചുണ്ണാൻ പറഞ്ഞുകൊണ്ട് അത് കയറി പോകുന്നതാണ്. അനീഷ് ഒരു ഇറിറ്റേറ്റിംഗ് പേഴ്സണാലിറ്റി ആണെന്നുള്ളത് നമുക്കൊക്കെ അറിയാം, നമ്മളൊക്കെ കാണുന്നുണ്ട്. ഇത് സമൂഹത്തിന്റെ ഒരു പരിചയമാണ്. ഇപ്പൊ നമ്മൾ താമസിക്കുന്ന സ്ഥലം, നമ്മുടെ സ്വന്തം വീട്, തൊട്ട് അയൽവക്കക്കാരൻ എന്നും വെള്ളം അടിച്ച് ഫിറ്റായി വന്ന് തെറി വിളിക്കുന്ന ഒരുത്തരാണെങ്കിൽ നമ്മൾ എത്രമാത്രം ബുദ്ധിമുട്ടൊന്നും ആലോചിക്കും. അയാൾ എന്നും വീട്ടിൽ നിന്ന് ബഹളവും ചീത്തവിളിയും പ്രശ്നമൊക്കെ ആണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് ബുദ്ധിമുട്ടും. നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയുള്ള ആൾക്കാരില്ലേ, പ്രശ്നക്കാരായിട്ടുള്ള ആൾക്കാരില്ലേ, കുറ്റവാളികളില്ലേ, അല്ലെങ്കിൽ വെറുതെ ചൊറിയുന്നവരില്ലേ. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം നമ്മൾ ചെയ്യുവാണെങ്കിൽ ഉടനെ കൊണ്ടുവന്ന് കംപ്ലൈന്റ് കൊടുക്കുന്ന ആൾക്കാരില്ലേ, അയൽവക്കക്കാരായിട്ടുള്ള ആൾക്കാർ, നിരന്തരം പൊതുശല്യമായിട്ടുള്ള ആൾക്കാർ. അങ്ങനെ സമൂഹത്തിൽ പലതരം ആൾക്കാരുണ്ട്. ഇപ്പൊ ബിഗ് ബോസ് വീട്ടിൽ വരുന്നത് പലതരം മനുഷ്യരാണ്. ഇവരെയൊക്കെ അതിജീവിക്കുക എന്നുള്ളതും ഇവരെ എല്ലാം പരാജയപ്പെടുത്തി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഈ ഗെയിം ഷോ. ഇതൊന്നും മനസ്സിലാക്കാതെ അവിടെ ചെന്നിട്ട് ആരുടെയെങ്കിലും മാനിപ്പുലേഷനിൽ വീണ് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് പേടി, ആദി, നെഗറ്റീവ് ആവുമോ എന്നുള്ള ഭയം, പിന്നെ ഈ പറഞ്ഞ പോലെ കരച്ചിൽ, ഇതിന്റെ ഒന്നും കാര്യമില്ല. ലാലേട്ടൻ ഈ ഒരു സീസണിൽ പറഞ്ഞ പോലെ കരച്ചിൽ കാർഡൊക്കെ അങ്ങ് വെച്ചിട്ട് ബോൾഡ് ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന മാത്രം ഷോയിലേക്ക് പോവാം. അതിന് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ വിക്ടിം കാർഡ് ഇറക്കുന്നതിന് പകരം അവിടെ നമ്മൾ സ്ട്രോങ് ആയിട്ട് ബിഗ് ബോസിന്റെ അടുത്ത് പറയണം എനിക്ക് ഈ ഷോയിൽ തുടരാൻ പറ്റില്ല, എനിക്ക് പുറത്ത് പോയേ പറ്റൂ എന്ന് പറഞ്ഞ് പുറത്ത് പോകണം. നമ്മളെ കൊണ്ട് പറ്റില്ല എങ്കിൽ, അല്ലാതെ കരയുകയല്ലോ. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് സങ്കടവും കരച്ചിലും ഒക്കെ വരും. ആ പ്രശ്നങ്ങളെ നമ്മൾ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണല്ലോ ജീവിതം എന്ന് പറയുന്നത്. ഓരോ മനുഷ്യന്റെയും ജീവിതം എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ അതിജീവനം തന്നെയാണ്, ഒന്നല്ലെങ്കിൽ വേറൊരു രൂപത്തിൽ. ബിഗ് ബോസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു 100 ദിവസം നമ്മൾ അതിജീവിക്കുന്ന ഒരു ഇടമാണത്. അവിടെ കുറച്ച് നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഈ ഫിസിക്കൽ വേൾഡിൽ ഉള്ളത് പോലെ തന്നെ നിയമങ്ങൾ തന്നെയല്ലേ ബിഗ് ബോസ് വീട്ടിലുള്ളത്. ഇവിടെ നിയമങ്ങളൊക്കെ ഇല്ലേ, കോടതി നിയമവും പോലീസും ഒക്കെ ഉണ്ട്. നമുക്ക് തോന്നുന്ന പോലെ ജീവിക്കാൻ പറ്റില്ല. ബിഗ് ബോസിലും അങ്ങനെ തന്നെയാണ്. ആ പരിമിതമായ കോമ്പൗണ്ടിനുള്ളിലുള്ള നിയമങ്ങൾ അത് പാലിച്ചാണ് ഓരോരുത്തരും ജീവിക്കുന്നത്. അപ്പോൾ അവിടെ ഈ പറയുന്ന അനീഷ് എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് അയാൾ പറഞ്ഞത് തെറ്റാണെന്ന് തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഇപ്പോഴും എന്റെ നിലപാട് തന്നെയാണ്. എന്നോ ഒക്കെ ഒരു ഷഡിയുടെ പേരിൽ ഈ പ്രശ്നമൊന്നും ആവശ്യമില്ല. അവിടെ ആരോ ക്യാമറയിൽ ഒരു ഷഡി ഒക്കെ കാണിച്ചു എന്ന് പറഞ്ഞ് ഇയാൾ എല്ലാ ദിവസവും ഇത് എടുത്തുകൊണ്ട് വരുന്നതിനോട് കടുത്ത വിയോജിപ്പുണ്ട്. ബിഗ് ബോസിനകത്ത് വേറെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഒരു ഷഡി കേസിൽ പിടിച്ച ഒരാളുടെ വ്യക്തിത്വത്തെയും അയാളുടെ നിലപാടിനെയും നിർണ്ണയിക്കാനൊന്നും ആർക്കും അവകാശമൊന്നുമില്ല. പക്ഷേ അനുമോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് അപ്പാനിയുടെ വാക്കം കേട്ടുകൊണ്ട് കരഞ്ഞ് വിളിച്ച് നിലവിളിക്കേണ്ട കാര്യമൊന്നുമില്ല. രണ്ടാമത് ഈ തൊട്ടേനെ പിടിച്ചതിന് കരയേണ്ട കാര്യമില്ല. ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ആ ഷോയ്ക്കകത്ത് ഇതുപോലുള്ള ആൾക്കാരുണ്ടാവും. ഇവരുടെയും കൂടെ നിന്ന് അതിജീവിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ഈ ഷോയുടെ വിന്നറും ടോപ്പ് 5 ഒക്കെ ആവേണ്ടത്. അപ്പാനി ശരത്ത് പറയുന്നത് നമ്മൾ ടോപ്പ് 5 ഉറപ്പായിട്ടുണ്ടാവും. എങ്ങനെ ഉണ്ടാവുന്നതാണ് ഈ പറയുന്ന അനീഷിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത നിങ്ങൾക്ക് ടോപ്പ് 5 പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും റൈറ്റ്സ് ഇല്ല. അനീഷിനെ കൊണ്ട് വീട്ടിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ കൂടുതലും പ്രശ്നം അനുഭവിക്കുന്നത് ശരത്തും അതുപോലെ തന്നെ നമ്മുടെ അനുമോളും ഒക്കെയാണ്. എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് അനീഷിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് മനസ്സിലാവാത്തതുകൊണ്ടല്ലേ. ഇപ്പൊ അവിടെ നമുക്കറിയാമല്ലോ ഷാനവാസിനെ എത്രത്തോളം അനീഷ് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്, പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. തിരിച്ച് അതേപോലെ അതിനെ ഷാനവാസ് തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഡിഫെൻഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അനീഷ് അവിടെ ഒന്ന് മെല്ലെ ഒന്ന് സ്ലോ ആയി, അല്ലെങ്കിൽ പുറകിലേക്ക് പോയി. ഷാനവാസിന് ഇപ്പോൾ കുഴപ്പമില്ല. ഷാനവാസിന് അറിയാം എങ്ങനെയാണ് അനീഷിനെ ഹാൻഡിൽ ചെയ്യേണ്ടത്. അവിടെ പലർക്കും അറിയാം അനീഷിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന്. ആ ഗെയിമിലൂടെ അവർ പഠിച്ചെടുത്തതാണ്. ആ വ്യക്തിയുടെ ക്യാരക്ടർ മനസ്സിലാക്കിയിട്ട് ഓക്കെ ഇതാണ് അയാളുടെ വീക്ക് പോയിന്റ്, ഇതൊക്കെയാണ് അയാളുടെ സ്ട്രാറ്റജി. ഇത് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് നമ്മൾ നമ്മുടെ ഗെയിമിൽ മാറ്റങ്ങൾ വരുത്തി മുന്നോട്ട് പോകുക എന്നുള്ളതാണല്ലോ ബിഗ് ബോസ് എന്ന് പറയുന്നത്. അല്ലാതെ ഈ വിക്ടിം കാർഡ് ഇറക്കി എത്ര കാലം മലയാളത്തിൽ ഇത്തരം നമ്മുടെ കണ്ടസ്റ്റൻസ് ഗെയിം കളിക്കും. പ്രത്യേകിച്ച് ആർട്ടിസ്റ്റുകളായിട്ട് വരുന്ന പലരും ഏറ്റവും അധികം യൂസ് ചെയ്യുന്ന ഒരു കാർഡാണ് ഈ വിക്ടിം കാർഡ്. അവിടെയാണ് ബിന്നിയെ പോലുള്ള കണ്ടസ്റ്റൻസ് വളരെ സ്ട്രോങ് ആവുന്നത്. ഇപ്പോൾ നമ്മുടെ മനുഷ്യന്മാർക്കിടയിൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന ആൾക്കാരുണ്ട്. അത് റിയൽ ലൈഫിലാണ്. ബിഗ് ബോസ് എന്ന് പറയുന്നത് നമ്മുടെ റിയൽ ലൈഫായിട്ട് ബന്ധപ്പെട്ടൊന്നല്ല. അതൊരു ഗെയിം ഷോ ആണ്. ആത്യന്തികമായിട്ട് നമ്മൾ നമ്മുടെ യഥാർത്ഥ ജീവിതത്തിൽ നിന്ന് ഒരു 100 ദിവസം ഒരു ഷോയ്ക്ക് വേണ്ടിയാണ് പോയിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഓപ്പോസിറ്റ് നിൽക്കുന്ന അവൻ ഓരോന്ന് പറയുന്നത് നമ്മളെ പ്രൊവോക്ക് ചെയ്യാനാണെന്നും നമ്മുടെ റിയാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണെന്നും നമുക്കറിയാം. അവൻ പലതും പറയുമെന്നും അവൻ പറയുന്നൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല എന്നും ആ വീട്ടിൽ അവനെ നിൽക്കാനും നമ്മളെ പുറത്തെ അടിക്കാനും ഇമോഷണലി നമ്മളെ ഡൗൺ ആക്കാനും വേണ്ടിയിട്ടാണ് അവൻ ഈ പണിയൊക്കെ ചെയ്യുന്നതെന്ന് സാമാന്യ ബുദ്ധിയുള്ള എല്ലാ മനുഷ്യരും ആദ്യം മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കി അകത്ത് നിൽക്കുന്ന ഒരാളെ അകത്ത് ആർക്കും കരയിപ്പിക്കാനോ ഇമോഷണലി തകർക്കാനോ പറ്റില്ല. ഒരു 50 ദിവസമൊക്കെ നിന്ന് കഴിയുമ്പോൾ പുറം ലോകമായിട്ട് ഒരു ബന്ധമില്ലാതെ നമ്മുടെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, പാരന്റ്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സ്, വേണ്ടപ്പെട്ടവരൊക്കെ പിരിഞ്ഞ് നമ്മൾ അവിടെ നിൽക്കുന്ന ഒരു സമയത്ത് മാനസികമായി ഒരുപാട് സംഘർഷങ്ങൾ നമുക്കുണ്ടാവും. അങ്ങനെ ഒരു ടൈമിൽ ഒരു മനുഷ്യൻ ഇമോഷണലി ഒന്ന് ബ്രേക്ക് ആയാലോ അല്ലെങ്കിൽ പൊട്ടി കരഞ്ഞു പോയാലോ ഒക്കെ അത് സ്വാഭാവികമാണെന്ന് മനസ്സിലാക്കാം. ബിഗ് ബോസ് തുടങ്ങി 3ന്റെ അന്ന് തന്നെ ഒരു വ്യക്തി കരഞ്ഞു തുടങ്ങുന്നെങ്കിൽ ഒന്നുകിൽ ആ വ്യക്തി വളരെ ദുർബലനായിട്ടുള്ള അല്ലെങ്കിൽ ദുർബലമായിട്ടുള്ള ഒരാളാണെന്ന് നമ്മൾ കരുതണം, അല്ലെങ്കിൽ ആ വ്യക്തി വെറുതെ അഭിനയിക്കുന്നതാണെന്ന് കരുതേണ്ടി വരും. അതായിരിക്കാം അയാളുടെ സ്ട്രാറ്റജി എന്ന് കരുതേണ്ടി വരും. ലാലേട്ടനും ബിഗ് ബോസും തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത്തരം കരച്ചിൽ കാർഡുകളൊന്നും ഈ സീസണിൽ പറ്റില്ല എന്നുള്ളത്. ഇവിടെ അനുമോൾ ഒരു ദുർബലമായിട്ടുള്ള ആളായിട്ട് എനിക്ക് തോന്നുന്നില്ല. ലൈഫിൽ അനുമോൾ തന്നെ പറഞ്ഞതനുസരിച്ച് സ്വന്തം പാരന്റ്സിനെ കുട്ടികളെ പോലെ
നോക്കുന്ന ഒരു വളരെ പ്രായപൂർത്തിയായിട്ടുള്ള 10-11 വർഷം ആർട്ടിസ്റ്റ് ആയിട്ട് പ്രവർത്തിച്ച എക്സ്പീരിയൻസ് ഉള്ള ഒരു പെൺകുട്ടിയാണ്. പലതരം മനുഷ്യർ, പലതരം ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ പലതരം ഡയറക്ടേഴ്സിന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള പല തരത്തിലുള്ള ആൾക്കാരെ കാണുകയും അവരുമായിട്ടൊക്കെ സംസാരിക്കുകയും പരിചയപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ള വളരെ സോഷ്യലായിട്ട് സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കുന്ന ഒരാൾ തന്നെയാണല്ലോ ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഒരു സെറ്റിൽ പോയാൽ തന്നെ എന്തുമാത്രം മനുഷ്യർ, പലതരം മനുഷ്യർ അവിടെ ഉണ്ടാവും അല്ലെ. ചായ കൊണ്ടുവരുന്ന പയ്യൻ മുതൽ എത്രയോ ആളുകൾ അവിടെ ഉണ്ടാവും. പലതരം മേഖലയിൽ നിന്ന് വരുന്നവർ ഇവരുമായിട്ടൊക്കെ കാണുകയും സംസാരിക്കുകയും അവിടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കുകയും ഒക്കെ ചെയ്യുന്നവരായിരിക്കുമല്ലോ ഇവർ ഓരോരുത്തരും. അങ്ങനെയുള്ള ലൈഫിൽ സ്വന്തം ജീവിതത്തിൽ പ്രൂവ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അനുമോളൊക്കെ. ഞാൻ വിചാരിക്കുന്നത് ലൈഫിൽ സക്സസ് ആയിട്ടുള്ള അവരുടെ കഴിവും ടാലന്റും ഒക്കെ പ്രൂവ് ചെയ്തിട്ടുള്ള ആൾക്കാരായിട്ടാണ്. അങ്ങനെയുള്ള അനുമോളെ പോലത്തെ ഒരാൾ ദുർബലയായിട്ടുള്ള ഒരു സ്ത്രീയാണെന്ന് വിശ്വസിക്കാൻ എന്തോ കഴിയുന്നില്ല. അവർ ഇത്രയും അനീഷിനെ പോലത്തെ ഒരാൾ വന്നിട്ട് നിലപാടില്ലാത്ത സ്ത്രീയെ ആവർത്തിച്ച് 2 വട്ടം പറഞ്ഞാൽ തളർന്നു പോകുന്നതാണോ അനു എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ആർജിച്ചെടുത്ത ജീവിതാനുഭവങ്ങളും അവരുടെ ആ ഒരു സ്ട്രെങ്തും ഒക്കെ എനിക്കത് വിശ്വസിക്കാനും കഴിയുന്നില്ല. അപ്പോൾ ഒന്നുകിൽ അനുമോള് വളരെ ദുർബലയാണ്. അവർ ജീവിതത്തിൽ എത്രയൊക്കെ ഉയരങ്ങൾ നേടിയെന്ന് പറഞ്ഞാലും അവർക്ക് ചെറിയ സമ്മർദ്ദങ്ങൾ പോലും താങ്ങാൻ കഴിയുന്നില്ല. ഏതെങ്കിലും ഒരാൾ വിചാരിച്ചാൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ. അതല്ലെന്നുണ്ടെങ്കിൽ അനുമോൾ ഒരുപക്ഷെ വീണ് കിട്ടുന്ന അവസരങ്ങൾ അവരുടെ കോണ്ടന്റുകളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അങ്ങനെ മാത്രമേ കരുതാൻ കഴിയൂ. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അനീഷിന്റെ പ്രവർത്തികളെ 1% പോലും ന്യായീകരിക്കാനല്ല, മറിച്ച് ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ മലയാളം ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസ് അത് എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അനീഷ് അത് പറഞ്ഞാൽ പുച്ഛിച്ച് തള്ളാവുന്ന കാര്യമല്ലേ ഉള്ളൂ. താൻ കൊണ്ടുപോയി കേസ് കൊടുക്കണോ? അല്ലെങ്കിൽ എനിക്ക് തന്നെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. എന്റെ നിലപാട് എനിക്ക് എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാം. അനീഷ് എന്ന് പറയുന്ന ഒരാളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം എനിക്കില്ല. ഇന്നലെ കണ്ട ഒരാളാണ് താൻ. എന്നെ അറിയാവുന്ന എന്റെ സുഹൃത്തുക്കൾക്കും എന്റെ ബന്ധുക്കൾക്കും എന്നെ അറിയാവുന്ന പ്രേക്ഷകർക്കും ഞാൻ എന്താണെന്ന് അറിയാം. ഇന്നലെ കാര്യം തന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല എന്ന് പറഞ്ഞാൽ തീരാവുന്ന ഒറ്റ കാര്യം. അതിന് വേണ്ടിയിട്ട് അനുമോൾ അവിടെ കിടന്ന് കരഞ്ഞ് ബഹളം വെച്ച് എന്തൊക്കെയാ ബഹളം കാണിച്ചു കൂട്ടിയത്. ഇപ്പോൾ പറയുന്നു ഞാൻ പുറത്തിറങ്ങിയിട്ട് കേസ് കൊടുക്കും. എന്തോ പറയും എനിക്ക് നിലപാടില്ല എന്ന് ബിഗ് ബോസ് ഹൗസിനകത്ത് വെച്ച് അനീഷ് പറഞ്ഞു എന്ന് പറഞ്ഞ് പോയി പരാതി കൊടുക്കും. ആരും എടുത്തു നോക്കി ക്യാമറയിൽ കാണിച്ച ഒരു ജട്ടി കേസ് കോടതി വരെ എത്തിക്കാനാണോ? എന്റെ കോടതിയുടെ സമയത്തിന് വിലയില്ലേ? ഇതൊക്കെ പറയുന്നത് എന്തൊരു ബാലിശമായ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് നോക്കണേ. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.